എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നിഫ്റ്റിയുടെയും ബാങ്ക് നിഫ്റ്റിയുടെയും വീക്കിലി അനാലിസിസ് ആണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ ഈ ആഴ്ചയിലേക്ക് നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യാവുന്ന മൂവ്മെൻ്റ് ആണ് നമ്മൾ നോക്കുന്നത്. ഓക്കെ, ഇതൊരു വീക്കിലി ചാർട്ടാണ്. അതായത് നമുക്ക് പ്രീവിയസ് ആയിട്ടുള്ള മെയിൻ റെസിസ്റ്റൻസ് ഇതാണ് നമ്മുടെ ഓൾ ടൈം ഹൈ ലെവൽ. അതെ, ഓൾ ടൈം ഹൈ വന്നിരിക്കുന്നത് 26,274 ഓക്കെ. അതിന് നമുക്ക് ഷോർട്ട് ടൈം ആയിട്ട് റീസെൻ്റ് ആയിട്ട് നമ്മുടെ അടുത്തുള്ളൊരു റെസിസ്റ്റൻസ് ഈ ഒരു ലെവലാണ് 25,670. ഈ ഒരു ലെവലൊന്ന് മാർക്ക് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇത് ഓൾ ടൈം ഹൈ ആണ്. ഇത് ഓൾറെഡി ഇപ്പോൾ പ്രീവിയസ് ആയിട്ടുള്ളൊരു ഹൈ ലെവലാണ്. ബട്ട് ഇവിടെ നമുക്ക് ചെറിയൊരു കോംപ്ലിക്കേഷൻസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഒരു ബ്രേക്ക് ഓഫ് സ്ട്രക്ചർ കാണുന്നുണ്ട്. ഇവിടെ ഈ ഒരു ഷോർട്ട് ടൈം ആയിട്ട് ഇവിടെ ഒരു ബ്രേക്ക് ഓഫ് സ്ട്രക്ചർ, അതായത് കണ്ട പ്രീവിയസ് ഇൻലോനെ അവിടെ ബ്രേക്ക് ചെയ്തിട്ടുണ്ട്. അതിനുശേഷം അത് ഇവിടുത്തെ ഒരു ഓർഡർ ബ്ലോക്ക് കൊടുത്ത് ഹൈ വന്നത്. അതായത് ഈ ഒരു ലെവൽ 25,420 ഇപ്പോൾ കറന്റ് ഉള്ളത്. അപ്പൊ 25,670 മുകളിൽ വന്നു കഴിഞ്ഞാൽ നമുക്ക് എന്തായാലും ഈ ഒരു ഓൾ ടൈം ഹൈയുടെ ആ ഒരു ലെവലിൽ വന്ന് ടെസ്റ്റ് ചെയ്യാനുള്ള ചാൻസുകൾ വളരെ കൂടുതലാണ്. അപ്പൊ ഈ ഒരു ലെവലിന്റെ ഇതാണ് മെയിൻ ആയിട്ടുള്ള റെസിസ്റ്റൻസ്. ഇപ്പോൾ കറന്റ്ലി ഇപ്പോൾ മെയിൻ ആയിട്ടുള്ള റെസിസ്റ്റൻസ് ഈ ഒരു ലെവലാണ് 25,670. ഓക്കെ, ഇനി നമുക്ക് ഡെയിലി ചാർട്ടിലേക്ക് വരാം. ഇത് നമ്മൾ ഓൾറെഡി നമ്മുടെ അനാലിസിസ് ഇൻട്രാഡേ അനാലിസിസിൻ്റെ ആരോ മാർക്കുകളൊക്കെയാണ്. അപ്പോൾ എന്തായാലും ആ ഒരു വീഡിയോ കാണാത്തവർ അത് കണ്ടിന്യൂസ് ആയിട്ട് കണ്ടു വന്നു കഴിഞ്ഞാൽ എങ്ങനെയാണ് മാർക്കറ്റ് പോകുന്നതെന്നും കറന്റ്ലി നമ്മളെ എല്ലാ ദിവസവും ഇൻട്രാഡേ ആയിട്ടുള്ള വ്യൂസ് എന്താണെന്നെല്ലാം അതിൽ പറയുന്നുണ്ട്. ഓക്കെ, അപ്പോൾ വീക്കിലി വെച്ചിട്ടുള്ള ഒരു അനാലിസിസാണ് ഞാനിപ്പോൾ ഷെയർ ചെയ്തത്. ഓക്കെ, വീക്കിലിയിൽ നമുക്ക് ഒരു റെസിസ്റ്റൻസ് ആണ്, മേജർ റെസിസ്റ്റൻസിലേക്ക് അടുത്തുകൊണ്ടിരിക്കുന്ന ഒരു ലെവലാണ് വീക്കിലി വെച്ചിട്ട്. ഇനി നമുക്ക് ഡെയിലിയിൽ നോക്കാം. ഡെയിലിയിൽ വരുമ്പോൾ ഓക്കെ, ഡെയിലി നമുക്ക് ഈ ഒരു ക്യാൻഡിൽ ഒരു ഷൂട്ടിംഗ് സ്റ്റാർന്നോ അതുപോലെ തന്നെ ഇൻവെർട്ടഡ് ഹാമർന്നോ അങ്ങനെ പല രീതിയിൽ അറിയപ്പെടും. ഇവിടെ നമുക്കും ഷോർട്ട് ടൈം ആയിട്ടൊരു ബിയറിഷ് വ്യൂ തന്നെയാണ് ഡെയിലിയിൽ നമുക്ക് കാണാൻ പറ്റുന്നത്. ഓക്കെ, ആസ് പെർ ദ ഡെയിലി ചാർട്ട് നമുക്ക് ഈ ഒരു ഹൈ ഇത് മുമ്പത്തെ അനാലിസിസ് ഞാൻ മാറ്റുന്നില്ല. യെസ്, അപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ടുള്ളൊരു ലോ ആണ് ഇത്. വീക്കിലി വെച്ചിട്ടുള്ള റെസിസ്റ്റൻസ് ഇതാണ്, ഡെയിലിയിൽ നമുക്കുള്ള റെസിസ്റ്റൻസ് ഇതാണ്. അപ്പോൾ എങ്ങനെ ട്രേഡ് പ്ലാൻ ചെയ്യും? ഇപ്പോൾ ഡെയിലിയിൽ ഈ ഒരു ലെവൽ ബ്രേക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു റെസിസ്റ്റൻസ് ലെവലിന്റെ അടുത്ത് വരെ നമുക്ക് ഒരു ട്രേഡിംഗ് ഓപ്പർച്യൂണിറ്റീസ് ബൈ സൈഡിലേക്കൊക്കെ നോക്കാൻ പറ്റും. അതേപോലെ ഈ ഒരു റെസിസ്റ്റൻസ് ലെവലിൽ നമുക്ക് സെല്ലിംഗ് ഓപ്പർച്യൂണിറ്റീസിനും വേണ്ടി നോക്കാനായിട്ട് പറ്റും. ഓക്കെ, കറന്റ്ലി വീക്കിലി വെച്ചിട്ടായാലും അതുപോലെ ഡെയിലി ചാർട്ട് വെച്ചിട്ടായാലും നമുക്ക് നിഫ്റ്റിയിൽ കാണാൻ പറ്റുന്നത് ഒരു ബിയറിഷ് സെന്റിമെന്റ് ആണ്. പക്ഷെ പ്രീവിയസ് ചാർട്ടിൽ നിങ്ങൾ നോക്കിയാൽ നല്ല രീതിയിലുള്ള ഒരു അപ് ട്രെൻഡിലാണ് അത് നിൽക്കുന്നതെങ്കിലും എത്തുന്നത് ഒരു ബിയറിഷ് സൈഡിലേക്ക് ആയതുകൊണ്ടാണ് ഒരു ബിയറിഷ് സെന്റിമെന്റ് ആണ് അടുത്ത ആഴ്ചയിലേക്ക് എന്നാണ് പറഞ്ഞത്. പക്ഷെ ആ ഒരു വ്യൂ ഈ ഒരു റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യുന്നവരുള്ളൂ. ഈ ഡെയിലിയിലെ ഈ ഒരു റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ വീണ്ടും അത് ബുള്ളിഷ് കണ്ടിന്യൂ ചെയ്യും. ഓക്കെ, ഷോർട്ട് ടൈം ആയിട്ട് നോക്കിക്കഴിഞ്ഞാൽ നമുക്കത് കറക്റ്റ് ബുള്ളിഷാണ്. നോക്കിയാൽ എല്ലാതും പുതിയ പുതിയ ഹൈ 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 ക്രിയേറ്റ് ചെയ്ത് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. ബട്ട് അത് എത്തുന്നത് ഒരു വലിയൊരു റെസിസ്റ്റൻസ് ലെവലിലേക്ക് ആണെന്നാണ്. ഓക്കെ, അപ്പോൾ ഡേ ചാർട്ടിൽ ഒരിക്കലും നമ്മൾ ഈ ഒരു പ്രീവിയസ് ഡേ അല്ലെങ്കിൽ ഈ ഒരു ക്യാൻഡിലിന്റെ ഹൈ ബ്രേക്ക് ചെയ്യാതെ ബൈ സൈഡിലേക്കുള്ള ട്രേഡ് റിസ്കി ആവാനുള്ള ചാൻസ് വളരെയധികം കൂടുതലാണ്. ഓക്കെ, പിന്നെ എവിടെ നോക്കിയാലും നമുക്ക് ഫുള്ള് ഗ്യാപ്പുകൾ കാണാം. ഓക്കെ, അപ്പോൾ ഡെയിലിയിൽ നമുക്ക് അങ്ങനെയുള്ളൊരു വ്യൂ ആണ്. യെസ്, 4 ഹവറിൽ നോക്കിയാലും ബിയറിഷ് തന്നെയാണ്. അതായത് വരുന്ന ആഴ്ചയിലെ ആദ്യത്തെ 2-3 ദിവസങ്ങൾ നമുക്ക് ബിയറിഷ് ആവാനുള്ള ചാൻസ് ആണ് കൂടുതൽ. അല്ല, ആ ഒരു ഹൈ ബ്രേക്ക് ചെയ്താൽ മാത്രമാണ് നമുക്കൊരു ബൈ സൈഡ് അല്ലെങ്കിൽ ബുള്ളിഷ് സൈഡിലേക്ക് നമുക്ക് എക്സ്പെക്ട് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. അതുവരെ ഒരു താഴേക്കുള്ള ലെവൽ, അതായത് എവിടെ വരെ വരാം. ഇത് പ്രീവിയസ് സ്വിംഗ് ഹൈ ആയിരുന്നു. ഓക്കെ, ഇതൊരു പ്രീവിയസ് സ്വിംഗ് ഹൈ ആയിരുന്നു.
അത് ഇവിടെ നിന്ന് വൈഡ് റേഞ്ച് ക്യാൻഡിലായിട്ട് ഒരു ബ്രേക്ക് ഔട്ട് കിട്ടി. ഓക്കെ, അപ്പോൾ നല്ലൊരു സ്ട്രോങ് ആയിട്ടുള്ള ബ്രേക്ക് ഔട്ട് കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ എന്താണ് ബാക്കി എക്സ്പെക്ട് ചെയ്യുക? നമ്മൾ എക്സ്പെക്ട് ചെയ്യുക ഒരു റീടെസ്റ്റ്. ഓക്കെ, നമ്മുടെ അനാലിസിസിൽ പാറ്റേൺ ബ്രേക്ക് ഔട്ട് ഉണ്ട്, റീടെസ്റ്റ് സ്ട്രാറ്റജി ഉണ്ട്, അതുപോലെ ഓർഡർ ബ്ലോക്ക് ഉണ്ട്. ഇത് മൂന്നാണ് നമ്മൾ ഫോളോ അപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ഇവിടെ റീടെസ്റ്റ് വന്നാൽ നമുക്ക് ആ ട്രേഡ് എടുക്കാൻ പറ്റുമോ? അതായത് മാർക്കറ്റ് ഈ ഒരു ലെവലിൽ നിന്ന് ഇവിടേക്ക് വന്നു കഴിഞ്ഞാല് നമുക്ക് ഒരു റീടെസ്റ്റ് ഈ ഒരു അനാലിസിസിനായിട്ട് നമുക്ക് എടുക്കാൻ പറ്റും ഇവിടെ. യെസ്, തീർച്ചയായിട്ടും പറ്റും. എന്താണ്, ഇതാണ് നമുക്കുള്ള സ്റ്റോപ്പ് ലോസ്. ഈ ഒരു റീടെസ്റ്റ് ബേസ് ചെയ്തിട്ടാണ് നമ്മൾ ട്രേഡ് എടുക്കുന്നതെന്നുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ സ്റ്റോപ്പ് ലോസ് ഉണ്ട്. ആ ഒരു സ്റ്റോപ്പ് ലോസ് എന്ന് പറഞ്ഞാൽ നമുക്ക് ആദ്യം നോക്കാം എത്ര റിസ്ക് റിവാർഡ് നമുക്ക് വരുമെന്ന്. ട്രേഡ് എടുക്കുന്നതിലും നമുക്ക് റിസ്ക് റിവാർഡാണല്ലോ നോക്കാം. ഓക്കെ, റിസ്ക് റിവാർഡ് ഇതിന്റെ തൊട്ട് താഴെ നമ്മൾ സ്റ്റോപ്പ് ലോസ് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ ഫസ്റ്റ് ടാർഗറ്റ് എന്ന് പറഞ്ഞാൽ ഈ ഒരു ഹൈ ആണ്. അത് റീടെസ്റ്റ് എന്ന് പറഞ്ഞാൽ പുതിയൊരു ഹൈ നമുക്ക് കിട്ടണം. ഓക്കെ, ഈ ഒരു കേസിൽ ഫസ്റ്റ് ടാർഗറ്റ് ഇതാണ്, സെക്കൻഡ് ടാർഗറ്റ് ഈ ഒരു ലെവലിന്റെ ഒരു മുകളിലാണ്. അപ്പൊ ഫസ്റ്റ് ടാർഗറ്റ് തന്നെ നമുക്ക് 1:2 മുകളിലുണ്ട്, 1:2.6 വരുന്നുണ്ട്. അപ്പൊ എന്തായാലും നമുക്ക് ഈ ഒരു അനാലിസിസ് എടുക്കുന്നുണ്ട്, കുഴപ്പമില്ല, റിസ്ക് റിവാർഡ് വെച്ചിട്ട്. ഓക്കെ, അപ്പോൾ ഈ ഒരു ഇന്ന് വന്നിരിക്കുന്ന ഈ ഒരു ക്യാൻഡില് 4 അവർ പ്ലസ് ഈ ഒരു ലെവൽ, ഈ ഒരു പിൻഡാർ ക്യാൻഡിലും ഈ ഒരു ക്യാൻഡിലിന്റെ ആ ഒരു ലോ ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇത് ഓൾറെഡി മുമ്പത്തെ ട്രേഡാണ് ഞാൻ മാർക്ക് ചെയ്ത് വെച്ചിരിക്കുന്നത്. ഓക്കെ, എന്തായാലും ഡിലീറ്റ് ചെയ്യുന്നില്ല. എൻ്റെ ഒരു കണ്ടിന്യൂഷൻ മണ്ടയിൽ നോക്കാം. അപ്പോൾ ആ ലെവൽസ് ഒക്കെ മനസ്സിലാവണമെന്നുണ്ടെങ്കിൽ നമ്മുടെ പ്രീവിയസ് വീഡിയോ കണ്ടു കഴിഞ്ഞാൽ ക്ലിയർ ആയിട്ട് മനസ്സിലാവും. ഇവിടെ നമുക്ക് സേഫ് ആയിട്ടുള്ള ഒരു ഇൻസൈഡ് ക്യാൻഡിൽസ് വന്നുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ ട്രേഡ് എടുക്കൽ ഭയങ്കര റിസ്ക്കിയാണ്. എന്താണ്, ഈ ഒരു ലെവലിന്റെ ഇൻസൈഡിലാണ് ക്യാൻഡിൽ വരുന്നതെന്നുണ്ടെങ്കിൽ സൈഡ് വേസ് ആയിട്ട് പോകാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. അപ്പോൾ എപ്പോഴും ഈ ഒരു പിൻബാറിന്റെയും ഈ ഒരു ക്യാൻഡിലിന്റെ, അതായത് ഈ ഒരു ലെവൽ, ഓക്കെ, ഈ ഒരു ലെവലിന്റെ താഴേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു 25, 200 അല്ലെങ്കിൽ 160 എന്നുള്ള ലെവൽ ടാർഗറ്റ് വെച്ചിട്ട് നമുക്ക് ഷോർട്ട് ടൈം ആയിട്ട് ഒരു ഡൗൺ സൈഡ് പ്രതീക്ഷിക്കാം. അതുപോലെ ഈ ഒരു ലെവലിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെ നിന്ന് എന്തായാലും നല്ലൊരു അപ് സൈഡിലേക്കുള്ള മൂവ്മെന്റ് നമുക്ക് എക്സ്പെക്ട് ചെയ്യാം. ഓക്കെ, ഈ അനാലിസിസ് ഒക്കെ ഏതുവരെയാണ് വാലിഡിറ്റി? ഈ ഒരു ഹൈ ബ്രേക്ക് ചെയ്യുന്നവരെ. അല്ലാതെ നേരെ വന്നത് ഒരു ഹൈ ബ്രേക്ക് ചെയ്ത് പോവുകയാണെങ്കിൽ ഓക്കെ, നമ്മൾ സെല്ലിങ്ങിന്റെ ഒരു ഓപ്പർച്യൂണിറ്റി നോക്കില്ല. നമ്മൾ ഈ വീക്കിലി റെസിസ്റ്റൻസ് എത്തുന്ന വരെ നമ്മൾ ബൈ സൈഡിലേക്കുള്ള ഓപ്പർച്യൂണിറ്റീസ് നോക്കാൻ നോക്കുള്ളൂ. ഓക്കെ, അപ്പോൾ ചെറിയ ടൈം ഫ്രെയിമിലേക്ക് വന്നു കഴിഞ്ഞാൽ നമ്മൾ മുമ്പ് മാർക്ക് ചെയ്ത ലെവൽസ് ഉണ്ട് ഇവിടെ. ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഒരു റെസിസ്റ്റൻസ് ഇതാണ്. അവിടെ മൾട്ടിപ്പിൾ ടൈംസ് റിജക്ഷൻസ് വന്നിട്ടുണ്ട്. ആ ഒരു റിജക്ഷൻസ് ബ്രേക്ക് ചെയ്യാനായിട്ട് നിൽക്കുമ്പോഴാണ് മാർക്കറ്റ് ക്ലോസ് ആയത്. ഇവിടെ ഒരു ഓൾറെഡി നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്ന വീഡിയോയിൽ ഇവിടെ ചെറിയൊരു ഗ്യാപ്പ് അപ്പ് ആയിട്ടാണ് ഓപ്പൺ ആകുന്നുണ്ടെങ്കിൽ ഇവിടെ വന്ന് നേരെ ഈ ഒരു ലെവലിലേക്ക് വരാനും അവിടെ നിന്ന് നേരെ ഇങ്ങോട്ട് വരാനുള്ള സാധ്യതകൾ കാണുന്നുണ്ട് മാർക്കറ്റിൽ. ഓക്കെ, അല്ല നമുക്ക് ഡൗൺ സൈഡ് ആണെങ്കിൽ എങ്ങനെ, ഈ ഒരു റേഞ്ചിന്റെ ഉള്ളിൽ ഒരിക്കലും ഡൗൺ സൈഡ് നമ്മൾ ട്രേഡ് എടുക്കില്ല. നമ്മൾ ഡൗൺ സൈഡ് എപ്പോഴാണ് എക്സ്പെക്ട് ചെയ്യാം? ഈ ഒരു അനാലിസിസ് ചെറിയ ടൈം ഫ്രെയിമിൽ ഇത് ഈ ഒരു ലോ ബ്രേക്ക് ചെയ്ത് ഇവിടെ വന്നു കഴിഞ്ഞാൽ അടുത്തൊരു കൺസൾട്ടേഷനിൽ നമുക്ക് എന്തായാലും താഴത്തേക്കുള്ള ട്രേഡ് എക്സ്പെക്ട് ചെയ്യാം. അതുപോലെ തന്നെ ഈ ഒരു ഫോളിലും നമുക്ക് ചെറിയ ടൈം ഫ്രെയിമിൽ ഇട്ട് ഇപ്പോൾ 1 മിനിറ്റ് ആയാലും 5 മിനിറ്റ് 3 മിനിറ്റിലൊക്കെ ഇട്ടിട്ട് നമുക്കൊരു ബിയറിഷ് ആയിട്ടുള്ള എന്തെങ്കിലും ഒരു ഇൻഡിക്കേഷൻ കിട്ടുകയാണെങ്കിൽ നമുക്ക് അതിനനുസരിച്ച് അവിടെ ട്രേഡ് പ്ലാൻ ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇതാണ് നിഫ്റ്റിയുടെ ഒരു നെക്സ്റ്റ് വീക്കിലേക്കുള്ള ഒരു നമ്മുടെ ഒരു വ്യൂ. ഇവിടെ ഒരു ഇംബാലൻസ് കറക്റ്റ് ടച്ച് ചെയ്തിട്ട് വരുന്നത്. അപ്പോൾ എന്തായാലും ഒരു ബിയറിഷ്നെസ്സും മാർക്കറ്റിൽ വന്ന് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. പ്രീവിയസ് ക്യാൻഡിലെല്ലാം ബുള്ളിഷാണ്. ഓക്കെ, പക്ഷെ നമ്മൾ എന്തുകൊണ്ടാണ് ബിയറിഷ്നെസ് പറയുന്നത് എല്ലാവർക്കും ക്ലിയർ ആയെന്ന് വിശ്വസിക്കുന്നു. എത്തിച്ചെല്ലുന്ന സ്ഥലം ഒരു ബിയറിഷ് സോണുകളാണ്. അപ്പൊ അതുകൊണ്ടാണ് നമ്മൾ ഈ ലെവൽസ് ഒക്കെ മാർക്ക് ചെയ്തിരിക്കുന്നത്. ഇനി നമുക്ക് ബാങ്ക് നിഫ്റ്റി നോക്കാം. പിന്നെ മെയിൻ ആയിട്ടുള്ള ഒരു കാര്യം ഇപ്പൊ നിഫ്റ്റിയുടെ വിഷയം അത് ഞാൻ പറയാൻ പറ്റുപോയി. ഓവറോൾ ട്രെൻഡ് നിഫ്റ്റിയുടെ എന്ത് പറഞ്ഞാലും ബുള്ളിഷ് ആണ്. എന്താണ്, നമ്മുടെ മൂവിങ് ആവറേജിന്റെ മുകളിലാണ് ട്രേഡ് നടക്കുന്നത്. ഓക്കെ, ലോങ് ടൈമിൽ നോക്കിക്കഴിഞ്ഞാൽ എങ്ങനെ വന്നാലും നിഫ്റ്റി ബുള്ളിഷ് ആണ്. ഇതെല്ലാം നമ്മൾ ഓരോ ടൈം ഫ്രെയിമിലുള്ള അനാലിസിസ് ആണ് ഷെയർ ചെയ്യുന്നത്. അപ്പൊ ബൈ സൈഡും സെൽ സൈഡും ഏതൊക്കെ ലെവൽസിന്റെ മുകളിലാണ് താഴെയാണെന്നുള്ളത് എല്ലാവർക്കും ക്ലിയർ ആയി വിശ്വസിക്കുന്നു. ഇവിടെ നമുക്ക് ബാങ്ക് നിഫ്റ്റി നിഫ്റ്റിയുടെ മേജർ റെസിസ്റ്റൻസ് നമുക്ക് വരുന്നത് ഈ ഒരു ഹൈ ആണ്. അതായത് 57,630 ആ ഒരു ലെവലിലാണ് മേജർ ആയിട്ടുള്ള റെസിസ്റ്റൻസ്. ഇവിടെ നമുക്ക് ചെറിയൊരു റെസിസ്റ്റൻസ് എക്സ്പെക്ട് ചെയ്യാം.
ഡെയിലിയിൽ ഒന്ന് നോക്കാം. ഡെയിലിയിൽ നമുക്ക് ഏകദേശം നമ്മുടെ നിഫ്റ്റിയിൽ വന്ന അത് ഒരു പാറ്റേൺ ആണ്. ഇവിടെ ഒരു പിൻബാർ വന്നിട്ട് നേരെ ഒരു ബിയറിഷ് ക്യാൻഡിലാണ് വന്നേക്കുന്നത്. നിഫ്റ്റിയുടെ സെയിം അനാലിസിസ് തന്നെയാണ് ഇതിൽ നമുക്ക് വർക്കൗട്ട് ചെയ്യാൻ പറ്റുക. മേജറായിട്ടുള്ള റെസിസ്റ്റൻസ് ലെവൽ ഇതാണ്, ഈ ഒരു മാർക്ക് ചെയ്തിരിക്കുന്ന ലെവല്. അതേപോലെ നിഫ്റ്റി വേണമെങ്കിൽ ഈ ഒരു ലെവൽ വന്ന് ഇവിടെ ഇങ്ങനെ ഫൈറ്റ് എടുത്ത് ഈ ഒരു സപ്പോർട്ട് ഇവിടെ വന്നിട്ട് ഇവിടെ നിന്ന് വേണമെങ്കിൽ ഇങ്ങോട്ട് കയറാനുള്ള ചാൻസും കാണുന്നുണ്ട്. അതായത് നമുക്കവിടെ കുറച്ച് ഓർഡർ ബ്ലോക്സും കാര്യങ്ങളും വരുന്നുണ്ട്. പക്ഷെ ബാങ്ക് നിഫ്റ്റിയിൽ നിഫ്റ്റിയുടെ അത്ര ക്ലിയർ ആയിട്ടുള്ളൊരു വ്യൂ ഇല്ല. ലേറ്റസ്റ്റ് ആയിട്ട് 2 ബുള്ളിഷ് ക്യാൻഡിൽ നല്ലൊരു ഗ്യാപ്പിൽ പിൻബാർ വീണ്ടും ഒരു ഗ്യാപ്പ് ഡൗൺ വന്നിരിക്കുന്നു. ഒരു ബിയർ സെന്റിമെന്റ് ആണ് അവിടെ കാണുന്നത്. പ്രത്യേകിച്ച് വീക്കിലിയിൽ നമുക്ക് സെയിം എക്സ്പെക്ട് ചെയ്യുന്നത് ഒരു താഴേക്ക് കുറച്ച് വന്നതിന് ശേഷം വേണമെങ്കിൽ തിരിച്ചു കൊണ്ടാന്നുള്ളൊരു വ്യൂ ആണ്. നമുക്ക് ഒരു പെർഫെക്റ്റ് ആയിട്ടുള്ളൊരു സ്റ്റോപ്പ് ലോസും ടാർഗറ്റ് ലെവലും ക്ലിയർ ആയിട്ട് എനിക്ക് മനസ്സിലാകുന്നില്ല. ഓക്കെ, ഫോർവേഡിലൂടെ ഒക്കെ മോട്ടിവേറ്റ് ചെയ്ത ലെവലാണ്. ഫോർവേഡിനും നല്ലൊരു അപ് ട്രെൻഡ് വന്നിട്ട് അവിടെ ചെറുതായിട്ടൊരു ഡൗൺ ട്രെൻഡ് സ്റ്റാർട്ട് ചെയ്തേക്കാണ്. അപ്പോൾ ബാങ്ക് നിഫ്റ്റിയും കോംപ്ലിക്കേറ്റഡ് വ്യൂ ആണ്. നിഫ്റ്റിയുടെ ഒരു വ്യൂവിലാണ് നമുക്കിനി ട്രേഡിങ് ഓപ്പർച്യൂണിറ്റി ബെസ്റ്റ് ആയിട്ട് വരുന്നത്. 1 ഹവറിൽ നോക്കിക്കഴിഞ്ഞാൽ ഒരു റേഞ്ചിൻ്റെ ഉള്ളിൽ വരുന്ന ട്രേഡ് നടക്കുന്നുണ്ട്. ഓക്കെ, ഈ ഒരു റേഞ്ചിന് പുറത്തേക്ക് വരുന്നത് നോക്കാം. അതേപോലെ തന്നെ ഇവിടെ ഒരു റേഞ്ച് നമുക്ക് എക്സ്പെക്ട് ചെയ്യണം. അതായത് ഈ ഒരു ലെവൽ ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ എന്തായാലും നമുക്ക് ഈ റെസിസ്റ്റൻസിക്ക് ടാർഗറ്റ് ഇടാം. അതായത് ടാർഗറ്റ് ഇടാനല്ല, ഓക്കെ, ഇവിടെ നിന്ന് ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ നേരെ അടുത്തൊരു സോൺ എന്ന് പറഞ്ഞാൽ ഇതാണ്. അപ്പം ഇവിടെ നിന്ന് ഒരു ബ്രേക്ക് ഔട്ട് കിട്ടിക്കഴിഞ്ഞ് നേരെ അത് ഈ ഒരു സോണിൽ വരും. ഈ ഒരു ട്രെൻഡ് ലൈൻ കൂടി ബ്രേക്ക് ആണ്. എന്തുകൊണ്ട് ഞാൻ അങ്ങനെ പറഞ്ഞതെന്ന് വെച്ചാൽ ഇവിടെ ഒരു ഗ്യാപ്പ് ഉണ്ട്, ഇവിടെ ഒരു ഇംബാലൻസ് ഉണ്ട്. ഇതൊരു നല്ലൊരു ഇംബാലൻസ് ആണ്. ഓക്കെ, ഈ ഒരു ഇംബാലൻസ് കൂടെ ഉള്ളപ്പോൾ വരാനുള്ള ഒരു ചാൻസ് ഇത് ഇവിടെ നിന്ന് ഒരു ബ്രേക്ക് ഔട്ട് കിട്ടിക്കഴിഞ്ഞാൽ ഇവിടെ വന്നിട്ട് നേരെ തിരിച്ച് നമ്മളെ മൂവിങ് ആവറേജ് വരാനുള്ള സാധ്യത ഈ കാണുന്നുണ്ട്. അല്ല ഇവിടെ റെസിസ്റ്റൻസ് കിട്ടിയില്ല, അതായത് ഇവിടെ വന്ന് ഒരു ചെറിയ ഫൈറ്റ് ഒക്കെ എടുത്ത് നേരെ ഇതിവിടെ പൊട്ടിക്കുകയാണെങ്കിൽ എന്തായാലും അടുത്ത സിൻഡോന്ന് നേരെ ഈ ഒരു റെസിസ്റ്റൻസിലേക്ക് വരും. ഓക്കെ ഓക്കെ അപ്പോൾ ഈ ഒരു ഭാഗത്ത് നിന്ന് അത് എങ്ങോട്ട് മൂവ് ചെയ്യുന്നു എന്നുള്ളത് നോക്കിയിട്ടേ നമുക്കിനി ബാങ്ക് നിഫ്റ്റിയിലും പ്രെഡിക്റ്റ് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. അപ്പോൾ നമ്മൾ എക്സ്പെക്ട് ചെയ്ത രീതിയിലുള്ള ഇൻഡിക്കേഷൻസ് വന്നാൽ നമ്മൾ അതിനനുസരിച്ച് ട്രേഡ് ചെയ്യും. ഓക്കെ, മനസ്സിലായെന്ന് വിശ്വസിക്കുന്ന എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ നമ്മ പ്രസൻറ്റേജ് ചെയ്യുന്നതിൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടുള്ള ഭാഗങ്ങൾ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ബോക്സിൽ പറഞ്ഞു കഴിഞ്ഞാൽ അതിനനുസരിച്ച് ക്ലിയർ ആയിട്ട് നമുക്ക് ചെയ്യാനായിട്ട് പറ്റും. ഷോർട്ട് ടൈം ആയിട്ട് ഇപ്പോൾ ഡൗൺ ട്രെൻഡ് ഇവിടെ വന്നാണ് ഇപ്പോൾ നിൽക്കുന്നത്. എന്താ പുതിയ ലോ അടിച്ച് ലോവർ ഹൈ ലോവർ ലോ ലോവർ ഹൈ. ഓക്കെ, കണ്ടോ നമ്മൾ ആ ബോക്സിൻ്റെ ഒരു ഇമ്പോർട്ടൻസ് ഒക്കെ ഈ ബോക്സിൻ്റെ പുറത്ത്, അതായത് ബോക്സിൻ്റെ മുകളിലേക്ക് പോവുകയാണെങ്കിൽ ഈ ഷോർട്ട് ടൈം ആയിട്ടുള്ള ട്രെൻഡ് ലൈൻ അവിടെ ബ്രേക്ക് ആവുകയാണ്. അപ് ട്രെൻഡ് ലൈൻ അല്ല, ഡൗൺ ട്രെൻഡിൻ്റെ ആ ഒരു ലെവൽ ബ്രേക്ക് ആവുകയാണ്. എന്താ ലോവർ ഹൈ ലോവർ ലോ ലോവർ ഹൈ. ഇനി ഇത് ബ്രേക്ക് ചെയ്താൽ എന്ത് ചെയ്യും? നേരെ അടുത്തൊരു സിം ലെവൽ എത്തും. ഇത് നല്ലൊരു റെസിസ്റ്റൻസ് ആണ്. എന്താണ് ഇവിടെ നല്ലൊരു ഗ്യാപ്പ് വന്നിട്ടുണ്ട്, നല്ലൊരു ഇംബാലൻസ് ഉണ്ട്. അപ്പോൾ ആ ഗ്യാപ്പിൽ വന്നു കഴിഞ്ഞാൽ എപ്പോഴും നേരെ അവിടെ നിന്ന് അടുത്തുള്ളൊരു ലിക്വിഡിറ്റി സോണിലേക്ക് മൂവ് ചെയ്യാനുള്ള ചാൻസ് ആണ്. ഓക്കെ, അപ്പോൾ നമ്മൾ നേരത്തെ കഴിഞ്ഞ ടൈം ഫ്രെയിമിൽ പറഞ്ഞ പോലെ ഇവിടെ നിന്ന് ഒരു ബ്രേക്ക് ഔട്ട് കിട്ടിക്കഴിഞ്ഞാൽ എന്തായാലും അത് ഈ ലെവലിൽ വരും. ഇവിടെ ഫൈറ്റ് നടക്കുമ്പോൾ സെല്ലിങ്ങിൻ്റെ ഇൻഡിക്കേഷൻ കിട്ടിയാൽ നമുക്ക് എന്തായാലും ഒരു ഷോർട്ട് അടിക്കാം. എന്താണ് നമ്മൾ റെസിസ്റ്റൻസ് ആണ് അവിടെ എക്സ്പെക്ട് ചെയ്യുന്നത്. അല്ല ഇവിടെ നിന്ന് ബ്രേക്ക് ഔട്ട് ആയിട്ട് നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു ബൈയുടെ ഒരു ഇൻഡിക്കേഷൻ കിട്ടിക്കഴിഞ്ഞാൽ ബ്രേക്ക് ഔട്ട് ആയതിനു ശേഷം നമുക്ക് വേണമെങ്കിൽ ഈ ഒരു ലെവലിലേക്ക് ടാർഗറ്റ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ നിഫ്റ്റിയുടെയും ബാങ്ക് നിഫ്റ്റിയുടെയും അനാലിസിസ്. ഗോൾഡ് ഒരു രക്ഷയില്ല. മൂവിങ് ആവറേജ് അവിടെ കിടക്കുന്ന, ഗോൾഡ് അവിടെ കിടക്കുന്നു. ഗോൾഡ് അടിച്ച് എനിക്ക് പൊക്കൊണ്ടിരിക്കുക. ഇവിടെ റീടെസ്റ്റ് തരാണ്ട് ഗോൾഡ് എവിടെ പോകും തോന്നുന്നില്ല. ഈ ഒരു റീടെസ്റ്റ് എന്തായാലും ഗോൾഡിൽ ഒരു അനിവാര്യമാണ്. ഈ റീടെസ്റ്റ്
എന്തായാലും ഗോൾഡ് വരാണെങ്കിൽ നമുക്ക് ഈ ഒരു ലെവലിലൊക്കെ ഗോൾഡ് കണ്ടു കഴിഞ്ഞാൽ എന്തായാലും നമുക്ക് മേടിക്കാം. നല്ലൊരു ഇമ്പോർട്ടൻറ്റ് ലെവലാണ് ഈ ഒരു ലെവല്. ഈ ലെവലിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് എന്തായാലും മേടിക്കാവുന്ന ലെവലാണ്. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ നിഫ്റ്റിയുടെ ബാങ്ക് നിഫ്റ്റിയുടെ അനാലിസിസുകൾ. അപ്പോൾ എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തായാലും കമന്റ് ബോക്സിൽ അറിയിക്കുക. അതുപോലെ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെടാൻ അല്ലെങ്കിൽ എന്തെങ്കിലും മനസ്സിലായി എന്നുണ്ടെങ്കിൽ എന്തായാലും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ നമുക്ക് കൂടുതൽ വീഡിയോസ് ചെയ്യുന്നതാണ്.